വീടൊക്കെ തപ്പിപ്പിടിച്ച് എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് അറിയോ? അലീന കുട്ടീനെ കാണാനാണ്. ഇത്തവണ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ SSLC പരീക്ഷ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു അല്ലേ? പക്ഷെ എന്നിട്ട് നമ്മുടെ അസ്ത്ര ബാച്ചിനോടൊപ്പം പഠിച്ച് ഫുൾ A+ നേടിയ ഒരു മിടുക്കി കുട്ടി. അപ്പൊ അലീനയും അമ്മയും എല്ലാവരും ഞങ്ങളെ അവിടെ കാത്തിരിക്കാറ്. നമുക്ക് വേഗം തന്നെ അവരെ പോയിട്ട് മീറ്റ് ചെയ്യാം. നമ്മളെക്കാട്ടിലും എക്സൈറ്റഡ് ആയിട്ട് അവർ നമ്മളവിടെ കാത്തിരിക്കാറ്. ഹായ്, ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അലീന അവിടുന്ന് ഞാൻ കണ്ടു ഭയങ്കര എക്സൈറ്റ്മെന്റിലുള്ളത്. എന്നാലും കുറെ കാര്യങ്ങൾ അലീനക്ക് നമ്മളോട് പറയാനുണ്ടാവും. എനിക്കും കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ അലീനക്കുട്ടി ഇപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോ? എന്തായിരുന്നു ഒരു ഫീല്? ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം റിസൾട്ട് ഭയങ്കര കുറവാന്ന് പറഞ്ഞപ്പോൾ ഫുൾ A+ കുറവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ പോയി. കാരണം മാത്സ് ഒക്കെ കുറച്ച് ടഫായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ എക്സാമിൽ ഈസി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര കയ്യിൽ നിന്ന് പോയോ വെച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് റിസൾട്ട് കണ്ടപ്പോൾ കരഞ്ഞു പോയി, കയ്യിൽ നിന്ന് പോയി. അങ്ങനെ അപ്പൊ തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സന്തോഷം അല്ലേ? അപ്പൊ എന്താ തോന്നുന്നു, അച്ഛനും അമ്മയും റിലേറ്റീവ്സ് ഒക്കെ എന്താ പറഞ്ഞത്? എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അറിഞ്ഞപ്പം എല്ലാവരും ഭയങ്കര ഞെട്ടിപ്പോയി. അങ്ങനെ ഞെട്ടിക്കൽ റിസൾട്ട് ആയിരുന്നു അലീനയുടെ റിസൾട്ടില് മൊത്തത്തില്. ഓക്കെ, അപ്പോ അലീന ഇങ്ങനെ ഈ ഒരു വർഷത്തെ ജേർണി എങ്ങനെയായിരുന്നു എന്ന് ഇപ്പൊ 10ാം ക്ലാസ്സിൽ എത്തിയ കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെയൊക്കെയാണ് പഠിച്ചത്, എത്ര സമയം പഠിച്ചു, അങ്ങനെയൊക്കെ വാട്ട് ഡിഡ് യു ഡു ത്രൂ ഔട്ട് ദിസ് ഇയർ? ഞാൻ ഫസ്റ്റത്തെ 2 മാസം ഖത്തറിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറേ ക്ലാസ് കണ്ട് ഫുൾ സെറ്റായിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങിയപ്പം അപ്പോൾ ഈസി ആവാൻ തുടങ്ങി. കാരണം നേരത്തെ ക്ലാസ് കാണുന്നതുകൊണ്ട് അപ്പോൾ ഈസി ആവാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഓരോ സമയത്തും ഓരോ സബ്ജക്റ്റ് പിന്നെ റിവൈസ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് കുറേ ഇതാക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സാം അങ്ങനെ തന്നെ കുറേ പഠിക്കുമായിരുന്നു. പിന്നെ സൈലത്തിൽ തന്നെ കുറേ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുമ്പം അതൊക്കെ ട്രൈ ചെയ്ത് നോക്കും. അപ്പം അങ്ങനെ പിന്നെ അത്ര ഇപ്പോൾ ലീവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രാവിലെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും. ചിലപ്പോൾ നേരത്തെ എണീക്കും, ചിലപ്പോൾ നേരം വൈകിട്ടായിരിക്കുക. പക്ഷെ അതിനനുസരിച്ച് പഠിക്കുന്ന ടൈം കൂട്ടി കൊണ്ടുവരിക ചെയ്യുക. അങ്ങനെ അപ്പൊ പ്രോപ്പറായിട്ട് ഒന്ന് ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങി അല്ലെ? നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങി. 2 റിവൈസ് ചെയ്തു. അപ്പൊ 9th വെക്കേഷൻ കഴിഞ്ഞ ടൈമിൽ തന്നെ സൈലത്തിൽ ഓൺലൈൻ ജോയിൻ ചെയ്ത് നേരത്തെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പിന്നെ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നമ്മൾ ഓരോ എക്സാം വരുമ്പോഴും നമ്മളും ക്വസ്റ്റ്യൻ പേപ്പർ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും വി വിൽ കണ്ടക്ട് യൂണിറ്റ് എക്സാം. അപ്പൊ അതെങ്ങനെയാണ് അലീനയെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അത് നല്ല രീതിയിൽ. കാരണം ഓരോ ചാപ്റ്ററിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നു, പിന്നെ എങ്ങനെയൊക്കെ ഇപ്പോൾ ഇപ്പം എന്താ പറയുക, നമ്മൾ പഠിക്കാത്ത പോയിന്റ്സ് പാട്ടിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കുറേ പഠിക്കാൻ പറ്റും. അപ്പോൾ പിന്നെയും അത് അഥവാ അറിയാത്തയാണെങ്കിൽ പിന്നെയും പോയിട്ട് ഒന്നുകൂടി പഠിച്ച് റിവൈസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ വരുന്നൊക്കെ. അപ്പം അലീന, നമ്മൾ ഈ യൂണിറ്റ് എക്സാം നടത്തുമ്പോൾ അലീന എങ്ങനെ യൂണിറ്റ് എക്സാമിന് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടായിരുന്നു? ഇപ്പൊ കുറേ പേരുണ്ട്, എനിക്കിപ്പോൾ നമ്മുടെ പുതിയ കുട്ടികളുണ്ടല്ലോ, ചാപ്റ്റർ കഴിയുമ്പോൾ നമ്മൾ എക്സാം നടത്തും, പക്ഷെ അവർക്ക് അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയില്ല. അപ്പൊ അലീന എങ്ങനെയായിരുന്നു? അത് വെറുതെ പോയി എക്സാം എഴുതായിരുന്നു, അത് പഠിച്ചു? ഖത്തറിലായതുകൊണ്ട് ആ ടൈമിലായതുകൊണ്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ട് എഴുതാറില്ല. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഒന്ന് പഠിച്ച് ക്ലാസ് ഒക്കെ കണ്ടതിന് ശേഷം അപ്പം തന്നെ ആയിരുന്നു നോക്കും. അപ്പൊ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയാ പഠിക്കാറ്. അപ്പൊ അസ്ത്ര ബാച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു? അതില് എന്താ പറയാ, ക്ലാസ്സസ് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം മിസ്സുമാരായാലൊക്കെ മിസ്സൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഓരോ മിസ്സുമാരും ഭയങ്കര അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് ഒക്കെ സ്കൂളിൽ പോകേണ്ട ആവശ്യം തന്നെ ഇല്ലാന്ന് തോന്നിപ്പോന്ന ആ ഒരു ടൈമില്. അങ്ങനെ അപ്പൊ ഞാൻ കുറച്ച് ഫീച്ചേഴ്സ് പറയാമേ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരുന്നു പറയണേ? നമ്മുടെ പേൾ വീഡിയോ. ലൈവ് ക്ലാസ് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ലൈവ് ക്ലാസ് ഇസ് ദെയർ, എവരി വൺ ലവ്സ് ലൈവ് ക്ലാസ്. അപ്പോൾ പേൾ വീഡിയോ, നമ്മുടെ DPP, ലൈക്ക് ഓരോ ലൈവ് കഴിയുമ്പോഴും നമ്മൾ DPP, പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ലേൺ ആൻഡ് മൈൻഡ് മാപ്പ്, പിന്നെ റിവിഷൻ ക്ലാസ്, പിന്നെ മോഡൽ എക്സാം. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എനിക്ക് DPP ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ കാരണം നമുക്കപ്പോ ഓരോന്നും കറക്റ്റായി വരുമ്പോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനും. അപ്പൊ അങ്ങനെ അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാനും അതിന് ഉത്തരം ചെയ്യാനും ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഗുഡ് ടു നോ ദാറ്റ്.
പിന്നെ ഇനി ഇപ്പോ 10th ക്ലാസ്സിൽ എത്തിയിട്ടുള്ള നമ്മുടെ കുറെ കുട്ടികൾ ഉണ്ടാവില്ലേ, ഇപ്പൊ അലീനയുടെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആകാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ആയിരക്കണക്കിന് കുട്ടികളാണ്. അവരോട് എന്താണ് അലീനയ്ക്ക് പറയാനുള്ളത്? നേരത്തെ പഠിച്ചു തുടങ്ങാന്നേ ഉള്ളൂ, അല്ലാതെ ലൈക്ക് നമ്മൾ പിന്നെയും ലേറ്റായി പോയി കഴിഞ്ഞാൽ അത് കുറേ ഭയങ്കര ബേർഡൻ ആയി പോകും. അപ്പോൾ ഫസ്റ്റ് തന്നെ പഠിച്ച് എല്ലാം സെറ്റാക്കി വെക്കുക, അതാണ് വേണ്ടത്. അപ്പൊ അലീന ഇങ്ങനെ പുറത്തൊന്നും പോവാണ്ട് കഷ്ടപ്പെട്ടിരുന്നു അങ്ങനെയായിരുന്നു പഠിച്ചത്? എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലേ? കോമ്പറ്റീഷൻസിനൊക്കെ പോയിരുന്നോ? ഇല്ലില്ല, ലൈക്ക് സാധാരണ പോലെ ലൈക്ക് എല്ലാ പരിപാടിക്കും പോകും, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ചിട്ട് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സഫക്കേറ്റിംഗ് ആയിട്ടൊന്നും SSLC ഫീൽ ചെയ്തിട്ടില്ല? ബിക്കോസ് യു പ്രോപ്പർലി ഡിവൈഡഡ് ടൈം, റൈറ്റ്? പഠിക്കാൻ ഇത്ര സമയം, റിവൈസ് ചെയ്യാൻ ഇത്ര സമയം, പിന്നെ ബാക്കി സമയം അതർ ആക്ടിവിറ്റീസ്. അങ്ങനെ ചെയ്തതുകൊണ്ട് അലീനയ്ക്ക് വളരെ സിമ്പിളായിട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കമ്പാരിറ്റീവ്ലി അത്ര എളുപ്പമാണെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻജോയ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് അലീനക്കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യന്. ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അസ്ത്ര ബാച്ചിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറാണ്? എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട മിസ്, പിന്നെ പ്രൊഫസർ ആയാലും, പിന്നെ എല്ലാവരും ആദ്യം പറയാൻ കാണിച്ച മനസ്സിന് ഞാൻ ഓക്കെ. അപ്പൊ അമ്മ അച്ഛൻ എന്താ പറയുക? അമ്മയുടെ അച്ഛന്റെ എന്തായിരുന്നു റിസൾട്ട് വന്നപ്പോ അവരുടെ എന്തായിരുന്നു? അമ്മ ഫുൾ കരഞ്ഞു പോയി. അച്ഛൻ പിന്നെ അവിടുന്ന് പിന്നെ വിളിച്ച്, അച്ഛൻ ഖത്തറിലാണ്. അപ്പൊ അച്ഛൻ അവിടുന്ന് വിളിച്ച്, അച്ഛനും ഭയങ്കര സന്തോഷമായി. പിന്നെ അച്ഛൻ അവിടുന്ന് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ട്രീറ്റ് ഒക്കെ ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് സമാധാനമായി, അമ്മയ്ക്ക് ഹാപ്പിയാണ്. അപ്പൊ തന്നെ അറിഞ്ഞപ്പോ എനിക്ക് സമാധാനമായി. ഓക്കെ, ഗുഡ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് വരുന്ന കുട്ടികൾക്ക് അസ്ത്ര ബാച്ച് സജസ്റ്റ് ചെയ്യുമോ? അടിപൊളിയായിട്ട്, കാരണം എല്ലാ ക്ലാസ്സസ് ആയാലും ഒക്കെ ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് അതിൻ്റെക്കാട്ടി കുറച്ചും കൂടി ഹെൽപ്പാണ് ഈ അസ്ത്ര ബാച്ച്. കാരണം കുറച്ച് നല്ല ഇപ്പോൾ വലിയ ക്ലാസ്സസ് ആണെങ്കിലും പക്ഷേ നല്ല പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ക്ലാസ് എടുക്കാറ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര, എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക. അവള് പറഞ്ഞിട്ടില്ല, പറയോ? അപ്പോൾ അത് നല്ലൊരു ഇതാണ്, കാരണം അതിൽ എല്ലാ പോയിന്റും, കാരണം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ക്ലാസ്സസ് എടുത്ത് നമുക്ക് പിന്നെ നോക്കാനുള്ള ഇതുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട്സ് ആയാലും അതൊക്കെ തരുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ് ഒന്നും കൂടി ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനൊക്കെ. ഓക്കെ, അപ്പോൾ ഒരാൾ കുറേ നേരമായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. മറ്റല്ല, അലീനക്കുട്ടിയുടെ അമ്മയാണ്. റിസൾട്ട് കിട്ടിയപ്പോൾ കരഞ്ഞ് ഫുള്ള് ഇമോഷണലായി. എന്താ പറയുന്നത് അമ്മ? കമോൺ, എന്താ പറയാനുള്ളത് ഇപ്പൊ മോളുടെ ഈ ഒരു വിജയത്തില്? തീരെ പ്രതീക്ഷയില്ല, കാരണം വാല്യുവേഷൻ ഭയങ്കര ടഫായിരിക്കും തന്നെ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ റിസൾട്ട് അറിഞ്ഞു സത്യമായിട്ടും അതൊരു റിയാക്ഷൻ വീഡിയോ എടുത്ത് വെച്ചൂടെ? അതൊന്നും എടുക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ 30% സംതിങ് ഉള്ളൂ A+ എന്ന് പറഞ്ഞപ്പോ അത് പിന്നെയും ടെൻഷനായി. അപ്പം ആ ഒരു 30,000-ൽ ഒരാളാണ് മോള്. അത് വെരി പ്രൗഡ്, ബിക്കോസ് നമ്മുടെ 14 ജില്ലയിലെ 30,000-ൽ ഒരാളാണ് നമ്മുടെ അത് കിട്ടിയപ്പോ. പിന്നെ അമ്മ കണ്ടിട്ടുണ്ടോ അസ്ത്ര ബാച്ചിലെ ക്ലാസ് കാണാൻ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു കോഡിങ് ഉണ്ടല്ലോ ഞങ്ങളെ, അത് ഭയങ്കര പാട്ടൊക്കെ പാടിയിട്ട് അത് ചിലതൊക്കെ പറഞ്ഞു തരും. ചില ഇതൊക്കെ ഇങ്ങനെ പാട്ട് പാടിയിട്ട് ഇങ്ങനെ പഠിക്കുന്നത് അത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയൊക്കെ അത് ശരിക്കും നല്ലതാ കുട്ടികൾക്ക്. കാരണം പെട്ടെന്ന് അത് സ്കൂളിൽ പോയിട്ട് ഇവിടെ മോള് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ വേറെ കുട്ടികൾക്കും അത് യൂസ്ഫുൾ ആവലുണ്ട് ആ കോഡിങ്. ഇനി എന്താണ് അപ്പൊ അലീനക്കുട്ടീന്റെ പ്ലാൻ? ഇനി കമ്പ്യൂട്ടർ സയൻസ് എടുക്കാന്ന പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇനിയുള്ളത് അറിയില്ല. ഇനിയിപ്പോ 25th ഞാൻ അലോട്ട്മെന്റ്. അപ്പൊ ഫ്യൂച്ചറിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് തന്നെ ഇതെടുത്ത് എഞ്ചിനീയർ അങ്ങനെ ഇതിലേക്ക് പോകാനാണോ? ഒന്നെങ്കിൽ ഏവിയേഷനിലേക്ക് പോകണമെന്നുണ്ട്. പിന്നെ എന്താണ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഫ്രണ്ടിൽ അല്ലേ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഇനി സൈലത്തിൽ ജോയിൻ ചെയ്യണം കോഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈലത്തിന്റെ ഒരു കുട്ടി സമ്മാനമുണ്ട്. ലൈക്ക് ഇറ്റ്സ് എ മൊമെന്റോ ഫോർ ബോത്ത് ഓഫ് യു. 2 ബർത്ത്ഡേ ഒക്കെ നിങ്ങളുടെ ലെക്ചർക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി സമ്മാനം. ഓക്കെ, അപ്പം ഇത് മാത്രം പോരാ അല്ല അമ്മേ, നമ്മളെ +1-ലും +2-ലും ഇനി A+ അല്ല ഫുൾ മാർക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ, ഉറപ്പായിട്ടും. കാരണം +1-ലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് A+-നെക്കാളും മാർക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. സോ തീർച്ചയായിട്ടും ഇനി നമ്മൾ 2 കൊല്ലം കഴിയുമ്പോൾ ഒരു വരവും കൂടെ അലീനക്കുട്ടിയുടെ വീട്ടിലേക്ക് വരാൻ പറ്റണം. ഓക്കെ, ഉറപ്പാണ്. അതെ, അപ്പൊ എന്തായാലും അടിപൊളിയാക്കാം. സോ താങ്ക് യു ഫോർ ബീങ് എ
പാർട്ട് ഓഫ് അസ്ത്ര ഫാമിലി. അപ്പൊ ഇനിയും നമ്മുടെ സൈലത്തിന്റെ പാർട്ടായിട്ട് തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അമ്മയ്ക്ക് ഓക്കെ, ഇപ്പം ഇത് കാണുന്ന കുറെ പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ പാരന്റ്സിന് കുറെ ഡൗട്ട്സ് ഉണ്ടാവും, കുട്ടികളെ ഓഫ്ലൈനിൽ വിടണോ അല്ലെങ്കിൽ സൈലത്തിൽ അസ്ത്ര ബാച്ചിൽ ചേർക്കണോ, അങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ളവരോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ജെനുവിൻ ആയിട്ട് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പറയാം. നല്ല ക്ലാസ്സാണ്. ടീച്ചേഴ്സ് ആയാലും കുട്ടികളോട് ഇപ്പോൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈനിലത് അങ്ങനെ ഇതില്ല. അപ്പം ഓൺലൈൻ ആയാലും ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചിടലുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് തന്നെ ആൻസർ വരലുണ്ട്. അത് ഏറ്റവും എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം നെറ്റിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സോൾവ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത് ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലായത് ഖത്തറിലാവുന്ന സമയത്താണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ റൂനെ വിളിക്കുമ്പോൾ അത് അപ്പം അത് വേഗം സോൾവ് ചെയ്യുന്നതാണ്. അത് വലിയൊരു നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കുട്ടികളെ കൂടെ തന്നെ ഉണ്ട്. അത് ഈവൻ ദോ ഓൺലൈൻ ആണെങ്കിലും അല്ലെ, ഫിസിക്കലി ഞങ്ങൾക്ക് പാർട്ടാവാൻ പറ്റില്ലെങ്കിൽ ബാക്കി എല്ലാ തരത്തിലും എല്ലാ ഇതിലും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് ആ കോഴ്സ് നമുക്ക് പിന്നെയും ജോയിൻ ചെയ്യാനുള്ള ഒരു ഇത് തോന്നും, കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോ ഒരുപാട് സന്തോഷം. അപ്പോ എന്തായാലും വളരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അല്ലെ അലീന കുട്ടിക്ക് ഒരിക്കൽ കൂടി ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് അലീന കുട്ടിക്ക് സാധിക്കട്ടെ എന്ന് നമ്മുടെ ടീം സൈല മൊത്തം ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.